ഇന്നത്തെ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് കളമശ്ശേരിയിലേക്ക് പോവുകയാണ്. കളമശ്ശേരി ഒരുപക്ഷെ മന്ത്രി പി രാജീവ് ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള മന്ത്രിമാരുടെ പട്ടിക എടുത്താൽ ഉള്ള ഒരാളാണ് പി രാജീവ്. പി രാജീവ് വീണ്ടും മത്സരിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ പെർഫോമൻസിന് ഒരു മാർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അത്ര എളുപ്പത്തിൽ ഈ കളമശ്ശേരിയിൽ അത് കിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഇത്തവണ കാണാം. അത് കഴിഞ്ഞ തവണ വി എ അബ്ദുൽ ഗഫൂർ മത്സരിക്കാൻ വരുമ്പോൾ ഉള്ള ഒരു നേതാവല്ല ഇത്തവണ. കാരണം അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് യു ഡി എഫിൻ്റെ ഇത്തവണ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കിട്ടുന്ന കണക്കുകൾ നൽകുമെന്ന് തോന്നാം. തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് അദ്ദേഹം മത്സരിക്കുന്ന സമയം അല്ലെങ്കിൽ പി രാജീവ് 2 തവണയായി കളമശ്ശേരിയെ പ്രതികരിക്കുമ്പോൾ അതിനു മുമ്പ് വളരെ കൃത്യമായി ഈ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ ഒരു കൃത്യമായ വോട്ടുള്ള മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. വളരെ കൃത്യമായി ഉറപ്പിക്കാവുന്ന വോട്ടുകൾ. ഇതിനു മുമ്പ് സംഭവിച്ചത് ചില കാലുവാരൽ നടന്നിട്ടുണ്ടായിരുന്നു. 2016 ചില കാലുവാരൽ പ്രക്രിയയൊക്കെ അവിടെ നടന്നിരുന്നു. അതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു സംഗതിയാണ്. ആ കാലുവാരൽ ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ്. കാര്യം കോൺഗ്രസും ലീഗും ഒരേപോലെ മിഷണറി പ്രവർത്തിച്ച ഒരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ച് വി ഡി സതീശൻ പ്രതികരിക്കുന്ന ജില്ലയുടെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പി രാജീവിനെ പരാജയപ്പെടുത്താൻ വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും അവർ നടത്തിയിരുന്നു, എല്ലാ പ്രചാരണവും അവർ നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് കണക്കുകൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. ഇവിടെ കളമശ്ശേരി മണ്ഡലത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ ഏതാണ്ട് 38,447 വോട്ടിൻ്റെ ലീഡാണ് ഹൈബി ഈഡൻ അവിടെ നേടുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വരുന്നു. മുനിസിപ്പാലിറ്റി വരികയാണ്, 2 മുനിസിപ്പാലിറ്റിയാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി യു ഡി എഫിനൊപ്പമാണ്. ഏലൂരിൽ മാറ്റമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും വലിയ തോതിൽ ഈ പറഞ്ഞ ലീഗ് വോട്ടുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതൊക്കെ വളരെ കൃത്യമായി ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കളമശ്ശേരിയിൽ വലിയ ആത്മവിശ്വാസം യു ഡി എഫിന് നൽകുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പി രാജീവ് അടിപതറാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ ഇത്തവണ ഉള്ളത്. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഇത്തവണ ലീഗിന് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. ശരി, ആൽവിൻ പറഞ്ഞതുപോലെ രാകേഷ്, ഈ കണക്കുകൾ അത് ഒരുപക്ഷെ ഈ തൊട്ട് നമ്മൾ എല്ലാ കാലത്തും നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ വിലയിരുത്തും. ഈ പറഞ്ഞതുപോലെ ഒരേ പാറ്റേൺ ആകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്കറിയാം ഹൈബീഡിന് കിട്ടിയ വോട്ടായിരിക്കില്ല അബ്ദുൽ ഗഫൂറിന് കിട്ടുക എന്നത് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏലൂര് ഇവിടെ ഇടതുപക്ഷം ജയിച്ചു എന്ന് പറയുമ്പോഴും കേവല ഭൂരിപക്ഷം നേടിയല്ല ജയിക്കുന്നത്. കളമശ്ശേരി കഴിഞ്ഞ തവണ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇത്തവണ യു ഡി എഫ് വളരെ ഈസിയായി ജയിച്ചു. പഞ്ചായത്തുകൾ മുഴുവൻ യു ഡി എഫിൻ്റെ കയ്യിലാണുള്ളത്. അതായത് ഈ മണ്ഡലത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായുള്ള കണക്കുകൾ നോക്കുമ്പോൾ എൽ ഡി എഫിന് അത്ര ആശാവഹമായി ഒന്നും പറയാനില്ല. ആകെയുള്ളത് പി രാജീവ് എന്നൊരു ഫാക്ടറാണ്, പി രാജീവ് എന്നൊരു മുഖമാണ്. അത് വെച്ച് ഈ പറഞ്ഞ ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പി രാജീവ് കഴിഞ്ഞ മത്സരിക്കാൻ വരുമ്പോൾ പോലും അതൊരു സിറ്റിംഗ് മണ്ഡലമല്ല, അത് ഒരു യു ഡി എഫ് മണ്ഡലമാണ്. വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മുൻ പൊതുമരാമത്ത് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. പക്ഷേ രുചീഫ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യം മാറി. അന്ന് പാലവട്ടം പാലം ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ മാർജിൻ ഒരു കംഫർട്ടബിൾ മാർജിനാണ്. അത് 15,000 മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട് പി രാജീവ് ജയിച്ചു വരികയും ചെയ്തു. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തനിയാവർത്തനം എന്ന് വേണമെങ്കിൽ ഇത്തവണ നമുക്ക് പറയാം. എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാറ്റമില്ലാത്തൊരു മണ്ഡലം. പക്ഷേ നമ്മളിപ്പോൾ കണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കണക്കുകൾ നോക്കുമ്പോൾ യു ഡി എഫിന് വളരെ കംഫർട്ടബിളായ മാർജിനാണ്. അതിപ്പോൾ തന്നെ കളമശ്ശേരി നഗരസഭയായാലും ഏലൂർ പറഞ്ഞതുപോലെ തന്നെ കേവല ഭൂരിപക്ഷം ഇല്ല, പക്ഷേ ഭരണം കിട്ടിയെന്ന് മാത്രം. ബാക്കി പഞ്ചായത്തുകളുടെ കണക്കെടുക്കാൻ ആണെങ്കിൽ പോലും യു ഡി എഫിന് അതൊരു യു ഡി എഫ് സ്വഭാവം പൂർണ്ണമായി കാണിക്കുന്നുണ്ട്. പാലങ്ങാട് പഞ്ചായത്ത് യു ഡി എഫിന് 18 വാർഡുകൾ വിജയിക്കുമ്പോൾ എൽ ഡി എഫ് 5 അടുത്ത് മാത്രമാണ് ജയിക്കുന്നത്. പക്ഷേ 3 പതിറ്റാണ്ടിന് ശേഷം കടുങ്ങല്ലൂരിലും അതേ സമാനമായ രീതിയിൽ ഇരട്ടി 13 ആണെങ്കിൽ എൽ ഡി എഫിന് 6 ഉള്ളൂ. കരിമല്ലൂരിൽ യു ഡി എഫ് 13, എൽ ഡി എഫ് 6, കുന്നുകരയിലും സമാനമായ രീതിയിൽ 9-5. അപ്പോൾ ഒരു കൃത്യമായ യു ഡി എഫ് സ്വഭാവം ആ മണ്ഡലം കാണിക്കുന്നുണ്ട്. അവിടെ തീർച്ചയായും പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിയുടെ പെർഫോമൻസ് തന്നെയായിരിക്കും വിലയിരുത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. പി രാജീവിനായിരിക്കും അവിടെ വോട്ട്. പക്ഷേ യു ഡി എഫിന് മണ്ഡലത്തിന് സ്വഭാവം അങ്ങനെയാണെങ്കിൽ പോലും യു ഡി എഫിന് അനുകൂലം ആകാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ ഏകീകരണം പൊതുവെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമാകുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് വലിയ തോതിൽ വിജയം നേടിയ ജില്ലകളൊന്ന് എറണാകുളം ജില്ല. യു ഡി എഫിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറയാവുന്ന 2 ജില്ലകളൊന്നും മലപ്പുറവും മറ്റൊന്ന് എറണാകുളം ജില്ലയായിരുന്നു. ആ വലിയ ജില്ലകളിൽ അതേപോലത്തെ ഒരു സമാനമായ ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ
കളമശ്ശേരിയിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും പി രാജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് കളമശ്ശേരിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതിൽ ഇപ്പോൾ ഈ കണക്കുകൾ നമ്മൾ ഈ കഴിഞ്ഞ തവണ പി രാജീവ് 15,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഈ വിദഗ്ധരായ ആളുകൾ ഈ മണ്ഡലത്തെ പറയുമ്പോൾ ഒരാൾക്കും അത്ര കംഫർട്ടബിൾ മാർജിൻ അത് രണ്ട് മുന്നണിയിലും നൽകാൻ പറ്റുന്നില്ല. ആളുകൾ ഈ കണക്ക് നോക്കും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഈ തരത്തിൽ ഏത് തരത്തിലാകും എന്ന കാര്യത്തിലൊക്കെ വിലയിരുത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ വരാനിരിക്കുകയാണ്. പക്ഷേ ആർക്കും ഇത്രയും കംഫർട്ടബിൾ മാർജിനിൽ ആരും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന തരത്തിൽ. പക്ഷേ ആരെങ്കിലും ജയിക്കുമ്പോൾ അത് ഇഞ്ചോടിഞ്ച് മത്സരം എന്ന തരത്തിൽ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇതാണ്. ഒരുപക്ഷെ പി രാജീവ് എന്ന ഫാക്ടർ, നമ്മൾ മുഖ്യമന്ത്രി ആരാകണം അടുത്തത് എന്ന ലിസ്റ്റ് ഇടുമ്പോൾ അതിൽ ഇടതുപക്ഷത്ത് നിന്ന് വരുന്ന പേരുകളിൽ വരുന്ന ഒരു നേതാവായി പി രാജീവ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചർ മാറ്റിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ കാലം നേതാവിൻ്റെ പേരിൽ സ്റ്റാറ്റസിലേക്കും വരുന്നുണ്ട്. തീർച്ചയായും പ്രതിപക്ഷ നേതാവിന്റെ പേര്, അതായത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തരത്തിൽ അടുത്ത എന്തായാലും ഭരണം ലഭിച്ചില്ല എങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകും എന്ന് ആരും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പേരിലേക്ക് പോകുമ്പോൾ ആ പേരിലേക്ക് താങ്കൾ പറഞ്ഞതുപോലെ ആൽവിൻ പറഞ്ഞതുപോലെ പി രാജീവിന്റെ പേരുണ്ട്. ആ തരത്തിലേക്ക് നമ്മൾ ഇവിടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന തരത്തിലേക്ക് പേര് മാറ്റിയ ഒരാളാണ് പി രാജീവ്. അതുകൊണ്ട് പി രാജീവിനെ മത്സരിക്കാൻ വരുമ്പോൾ പക്ഷേ അബ്ദുൾ ഗഫൂറിന് കുറച്ചുകൂടി കോൺഫിഡൻസ് ആർത്തത് പറയും. കാരണം വലിയൊരു ആളോട് മത്സരിക്കുകയാണ്. തോറ്റാലും പ്രശ്നമില്ല, ജയിച്ചാൽ മാത്രമാണ് നേട്ടം എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് കാണാം. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയ ഒരു തട്ടുണ്ട് അവിടെ. അതിന് മുകളിലേക്കൊരു പെർഫോമൻസ് നടത്തണം. പക്ഷേ നമ്മൾ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരാളല്ല. നമ്മൾ ഈ വിവാദത്തിന്റെ കാര്യത്തിലാണ് പലപ്പോഴും ചർച്ച ചെയ്തത് എങ്കിൽ കൂടി അദ്ദേഹത്തിന് അത്രത്തോളം വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് കളമശ്ശേരി. വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പിന്മാറ്റത്തിൽ നിന്ന് ആദ്യമായി അബ്ദുൽ ഗഫീർ വരുമ്പോൾ അത് മകൻ എന്നൊരു വരവിലായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അവിടെ ലീഗിനകത്ത് തന്നെ അന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ എതിർപ്പ് ഇത്തവണ ഇല്ല. ഇത്തവണ അതിൽ എതിർപ്പില്ല എന്ന് തന്നെയല്ല, ഇബ്രാഹിം കുഞ്ഞ് വിടവാങ്ങിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സ്വാഭാവികമായത് വൈകാരികമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അബ്ദുൽ ഗഫീറിൻ്റെ വരവ് വളരെ ശക്തമായ മത്സരം ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതായത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ലീഗ് വോട്ടുകളെ കഴിഞ്ഞ തവണ 2016 അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഇല്ലാതെ ഒരുപക്ഷെ മറ്റൊരു ക്യാമ്പയിൻ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് അന്നത്തെ ആ വിവാദത്തിന് കാരണമായ തരത്തിലായിരുന്നില്ല. അതൊരു അന്ന് അഴിമതി, പൂർണ്ണമായ അഴിമതി എന്ന തരത്തിൽ നമുക്ക് മുന്നിൽ ഒരു കണക്കുകൾ വരികയാണ്. പക്ഷേ മറ്റൊരു ക്യാമ്പയിൻ ഉണ്ടാക്കാനുള്ള ശ്രമവും UDF നടത്തിയിട്ടുണ്ട്. അത് പല തരത്തിലാണ് അത് ആളുകളെ സ്വാധീനിക്കുക. കാരണം അത് അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ആയിരുന്നു. ഈ ഇബ്രാഹിം കുഞ്ഞിനെ മാത്രം കോർണർ ചെയ്യപ്പെടണമായിരുന്നു അഴിമതിയിൽ എന്ന തരത്തിലൊക്കെ ചർച്ചയുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് എറണാകുളത്ത് ഒരുപക്ഷെ മധ്യ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റാണ്, വളരെ പ്രധാനപ്പെട്ട അവർ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ്. അത് എളുപ്പത്തിൽ ആദ്യഘട്ടത്തിൽ അത് കോൺഗ്രസ് ഏറ്റെടുത്ത് മറ്റൊരു വെച്ചുമാറ്റമൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് ലീഗിന് തന്നെ കൊടുക്കണമെന്നുള്ളൊരു ആഡമൻ്റായിട്ടുള്ളൊരു തീരുമാനം അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി. അങ്ങനെയാണ് ലീഗ് വീണ്ടും അവിടെ മത്സരിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും വിലയിരുത്തുമ്പോഴും നമ്മൾ ഈ കണക്കുകൾ പറയുന്നതിനപ്പുറം SIR എന്ന ഫാക്ടർ കൂടി എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം SIRന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നത് മാത്രമല്ല, SIRൽ ആരിടപെട്ടു എന്നത് കൂടി ഒരു ചോദ്യമാണ്. അതായത് SIR വരുന്നു, നമ്മുടെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ജനങ്ങൾക്ക് വളരെയധികം ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായത് ക്യാമ്പുകൾ നടത്തിയ ഒരു സംഘടന, ഒരു പാർട്ടി, അത് മുസ്ലിം ലീഗാണ്. ഒരു തർക്കവുമില്ല. കാരണം മലബാറിൽ അത് വളരെ വ്യക്തമാണ്. എല്ലാ മേഖലകളിലും മുസ്ലിം ലീഗ് ക്യാമ്പ് നടത്താൻ തയ്യാറായി. അവരുടെ വോട്ടുകൾ കൃത്യമായി പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ശ്രമിച്ചു. അവർ പൊളിയുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ വളരെ നന്നായി പെർഫോം ചെയ്തു. ഏറ്റവും എനിക്ക് വ്യക്തിപരമായി എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം UDFൻ്റെ ഒരു കോട്ടയല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ അവിടെ UDFൻ്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ 3 തവണ വന്നു വോട്ട് ചോദിക്കാൻ. അപ്പോൾ ആ രീതിയിലാണ് സംഘടനാ പ്രവർത്തനം നടന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് SIR കൂടി, അത് മുസ്ലിം ലീഗിൻ്റെ ഒരു മണ്ഡലം കൂടി ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. SIRൻ്റെ ഭാഗമായി അവരുണ്ടാക്കിയൊരു ബന്ധമുണ്ട്. അതായത് തുടക്കത്തിൽ ആളുകളോട് SIRൻ്റെ ഭാഗമായി ഇത്തരം ഒരു വോട്ടർ പട്ടികയുടെ മാറ്റമുണ്ടാകുന്നു, നിങ്ങളിതിൽ പേര് കൊടുക്കണമെന്ന് പറഞ്ഞ് വീട് കയറുന്നു. വീണ്ടും അവർ ഇതിൻ്റെ ഒരു ക്യാമ്പ് നടത്തുന്നു, ആളുകൾ വിളിക്കാൻ പോകുന്നു. ആ ക്യാമ്പുകൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന് അത് ആ രീതിയിൽ തന്നെ ഒരു ഗുണമാകും എന്ന് കരുതുന്നുണ്ട്. അത് സൂചിപ്പിച്ചുകൊണ്ടൊരു കാര്യം കണക്ക് കൂടി പറയാം. ഇപ്പം നമ്മൾ കണ്ണൂരിലെ കാര്യം പറഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏതാണ്ട് 1% താഴെ വർധനമാണ് പറഞ്ഞത്. പക്ഷേ
കളമശ്ശേരി വരുമ്പോൾ 4.5% പോളിംഗ് ശതമാനത്തിൽ വർധനവ് കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് 77.27 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 81.60 ഇത്തവണ കളമശ്ശേരിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അതായത് 4% അധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ പലതരത്തിൽ കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഈ പറഞ്ഞ പോലെ SIR വോട്ട് വെട്ടിപ്പോയത് ഒരുപക്ഷെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. രണ്ടാമത് അവിടെ ആളുകൾ തന്നെ നേരിട്ടെത്തി ഈ പറഞ്ഞതുപോലെ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു എന്ന് നമുക്കത് കരുതാം. കാരണം എറണാകുളം ജില്ലയിലെ മൊത്തം കണക്കെടുക്കുമ്പോൾ രണ്ടാമത് നിൽക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി മണ്ഡലം. അതായത് പറവൂരിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്, പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂരിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി 81.90. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തി കളമശ്ശേരിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഉയർന്ന പോളിംഗ് പലപ്പോഴും പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ 4% വോട്ടുകൾ വർദ്ധിക്കുമ്പോൾ അതെങ്ങോട്ട് എന്നുള്ള ചോദ്യം കളമശ്ശേരി പോലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന മണ്ഡലത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തീർച്ചയായിട്ടും പി രാജീവിന് അനുകൂലം, മണ്ഡലത്തിലെ സ്വഭാവം തീർച്ചയായും പി രാജീവിന് അനുകൂലം നമ്മൾ പറയുന്നില്ല. പക്ഷേ പി രാജീവിന് അനുകൂലമാവുക, പ്രത്യേകിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പ്, ആ വകുപ്പ് അദ്ദേഹം വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ചർച്ചകൾ പിന്നീട് മന്ത്രി എന്നതിലുപരി MLA എന്ന നിലയ്ക്ക് അദ്ദേഹം മണ്ഡലത്തിൽ കളമശ്ശേരിയിൽ അദ്ദേഹം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് എത്ര മാർക്ക് എന്നാണ് കളമശ്ശേരി. അത് അപ്പുറത്തേക്ക് പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗഫൂറിന് അനുകൂല സാഹചര്യം ഉണ്ടാവും. പക്ഷേ പി രാജീവ് എന്ന വ്യക്തിപരമായി അദ്ദേഹം നടത്തിയ പെർഫോമൻസും അദ്ദേഹത്തിനും കിട്ടുന്ന വോട്ടായിരിക്കാം ഈ മണ്ഡലത്തിലെ ജനവിധി നിർണ്ണയിക്കുക. വികസന വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ 4000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ അവിടെ UDF ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്. ഈ ചില പാലങ്ങൾ, ഇപ്പോൾ ഉളിയന്നൂരിലുള്ള കുഞ്ഞുണ്ണിക്കര പാലം, ഇപ്പം പ്രേമ സിനിമയിൽ വളരെ പ്രസിദ്ധമായൊരു പാലമാണ്. അത് ആ പാലത്തിനൊക്കെ ബജറ്റിൽ ഈ കഴിഞ്ഞ ബജറ്റിലാണ് വകയിരുത്തുന്നത്. 5 വർഷം ഉണ്ടായിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വലിയ വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടപ്പുറം കുന്നുങ്കര പാലം അതും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപം അവിടെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തോട്ടക്കാട്ടുകര കടുങ്ങല്ലൂർ റോഡിന് വീതി കൂടിയില്ല. ആ പ്രദേശത്തൊക്കെ വലിയ ഗതാഗതം ഉള്ള സ്ഥലമാണ്. അവിടെ റോഡിന് വേണ്ടത്ര വീതിയില്ല. ഇത്തരം ചില വിഷയങ്ങളൊക്കെ കൂടി പി രാജീവ് അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ നിരത്തുമ്പോൾ UDF ചോദ്യമായി എന്തുകൊണ്ട് ഇതൊന്നുമില്ല, എവിടെ പോയി ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം ഉയർത്തിയുള്ള പ്രചാരണങ്ങൾ വളരെ ശക്തമായി വികസന വിഷയങ്ങൾ ഉൾപ്പെടെ നിർത്തിയുള്ള പ്രചാരണം ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. തീർച്ചയായും സർക്കാർ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ ഏകീകരണത്തിൻ്റെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇപ്പോൾ ഈ മന്ത്രിമാർ പരാജയപ്പെടും എന്ന ഒരു ട്രെൻഡ് പല ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന തരത്തിലൊരു പ്രചാരണമുണ്ട്. ആ പരാജയപ്പെടുമെന്ന് പറയുന്ന മന്ത്രിമാരുടെ പേരുകളിൽ ഒരാൾ ഈ അർത്ഥത്തിൽ പി രാജീവിൻ്റെ പേര് പറയുന്നു. പക്ഷേ പി രാജീവിൻ്റെ പെർഫോമൻസ് ആണ് ഒരുപക്ഷെ നമുക്ക് ഇത്രയും പെർഫോം ചെയ്താലും ചില മണ്ഡലങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടാം എന്ന് പറയുന്ന ആ മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിരതയില്ലായ്മയുണ്ട്. കാരണം VS സർക്കാരിൽ പരാജയപ്പെട്ട മന്ത്രി NK പ്രേമചന്ദ്രനായിരുന്നു. NK പ്രേമചന്ദ്രൻ മോശം മന്ത്രിയാണെന്ന് ആരും പറയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് ആ പരാജയപ്പെട്ട പ്രധാനപ്പെട്ട മന്ത്രി. എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമാണ് ആ സർക്കാരിൽ നിന്ന് പരാജയപ്പെട്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും അതുകൊണ്ട് പരാജയപ്പെട്ടതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് ഒരുപക്ഷെ അറിയാൻ കഴിയുക. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തരായ ആളുകൾ പോലും അടിപതറാൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രെൻഡ് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയുക. എന്തായാലും വളരെ ശക്തമായ മത്സരങ്ങൾ നടന്ന മണ്ഡലം തന്നെയാണ് കണ്ണൂരും അതോടൊപ്പം കളമശ്ശേരിയും. നമ്മൾ ഈ പറഞ്ഞതുപോലെ മധ്യകേരളത്തിലെയും മലബാറിലെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പലപ്പോഴും മാറി മറഞ്ഞു നിൽക്കുന്ന ഒരു ഫലം നൽകിയ മണ്ഡലങ്ങൾ. ഇത്തവണ 2 മന്ത്രിമാർ അവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായ ആ എഡ്ജിനൊപ്പം തന്നെ നിൽക്കുമോ ഈ മണ്ഡലം, അതോടൊപ്പം ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നതൊക്കെ അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. എന്തായാലും ഇന്നത്തെ വോട്ടും കട്ടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.